നിൻ സാന്നിധ്യം മതി എനിക്ക്, ആരുമില്ലായി എനിക്കാരുമില്ലായി, യേശുവല്ലാതെ എനിക്കാരുമില്ല. ആരാധ്യനേ ഉന്നതനേ, സ്തുതിക്കും യോഗ്യനേ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഹല്ലേലൂയ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. പ്രിയ പിതാവേ, പുത്രന്റെ നാമത്തിൽ അടുത്തു വരുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങേ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന ബലത്തിനും ശക്തിക്കുമായി സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക്. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് ഇന്ന് രാത്രി നമ്മെ കൊണ്ടുവന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ കൃപയും സാന്നിധ്യവും ദൈവം നമ്മുടെ മേൽ പകരട്ടെ. ഒരു നിമിഷം കൂടി നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ വിജി ബ്രദറ് കിഡ്നി സ്റ്റോണിനാൽ ഭാരത്തോടെ അങ്കമാലിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ശക്തമായ വേദനയാൽ താൻ ഭാരപ്പെടുന്നു എന്ന് പറയാനിടയായി. ഇന്ന് യേശുവിൻ്റെ കരം ഇറങ്ങിച്ചെന്ന് തന്നെ തൊടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് വിജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം നിന്റെ മകൻ്റെ മേൽ വെക്കണമേ. ഒരു പരിപൂർണ സൗഖ്യം എൻ്റെ അപ്പച്ചൻ കൊടുക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക്. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വേഗത്തിൽ നമുക്ക് ഒരു വാക്യം വായിച്ച് ചില കാര്യങ്ങൾ ഓടിച്ചെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. 116 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യം നമുക്കൊന്ന് വായിക്കാമല്ലോ. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കും. ഈ 116 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യം ആരംഭിക്കുന്നത് തന്നെ യഹോവേ, ഞാൻ നിന്റെ ദാസൻ എന്ന വാക്കോടെയാണ്. ഞാൻ നിന്റെ ദാസൻ എന്ന വാക്കാണ്. ഇത് പഴയ നിയമത്തിലെ സങ്കീർത്തനത്തിലെ ഒരു ഭാഗമാണ്. ആ സങ്കീർത്തനത്തിൽ ദാവീദ് അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഭക്തൻ തന്നെ ദൈവസന്നിധിയിൽ പരിചയപ്പെടുത്തുന്ന ഒരു വാക്യമാണ് യഹോവേ, ഞാൻ നിന്റെ ആരാണ്? ദാസൻ എന്നാണ്. ഈ തിമോഥെയോസിന്റെ ലേഖനം നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ, ശണ്ടയിടാത്തവൻ എന്ന് ഒരു വാക്യമുണ്ട്. കർത്താവിൻ്റെ ദാസൻ. തിമോഥെയോസിന്റെ ലേഖനം 2 അധ്യായം. അവിടെ ഈ സ്തോത്രം, ആ ദാസൻ എന്ന വാക്കിന് ഡൂലോസ് എന്നൊരു വാക്കാണ്. അടിമ എന്ന് വേണമെങ്കിൽ പറയാം. പഴയ നിയമത്തിൽ ഈ ദാസൻ എന്ന പദവി വന്നിടത്തെല്ലാം നമ്മൾ അറിയേണ്ടത് ദൈവിക അധികാരത്തിന് പുറത്തുള്ള ഒരാളാണ്. ആര്? ദാസൻ. ഒരു വീട്ടിൽ ഒരു ദാസൻ ഉണ്ട് എന്നിരിക്കട്ടെ. ആ ദാസൻ ആ യജമാനന് എന്നേക്കുമായി കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ അവന് ഒരിക്കലും അത് യജമാനെ വിട്ട് പോവത്തില്ല എന്ന് മനസ്സിലാക്കിയാൽ അവൻ്റെ കാത് കട്ടപ്പടിക്കൽ കൊണ്ടുവന്ന് തുളക്കണം.
തുളക്കണം. അങ്ങനെ തുളച്ച് കഴിയുമ്പോൾ അവൻ എന്നേക്കും ആ യജമാനന് മരണപര്യന്തം അവൻ അടിമയാണ്. അപ്പൊ ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ ഈ ദാസൻ എന്ന വാക്ക് കൊടുത്തിരിക്കുന്നിടത്ത് അങ്ങനെ ദാസന്മാരായവരുണ്ട്, അങ്ങനെ ഒരാൾ ദാസനാകണമെങ്കിൽ അവൻ സ്വയം തീരുമാനമെടുക്കണം, എനിക്കിനി ഈ ഭൂമിയിൽ ഒറ്റ യജമാനനെ ഉള്ളൂ. ആ യജമാനൻ എന്തെന്നോട് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ആ യജമാനനാണ് എൻ്റെ എല്ലാം. ഇനി മറ്റൊരു ദാസനുണ്ട്, എന്താ പറയുന്നത്, പണം കൊടുത്ത് വാങ്ങിക്കുന്ന ദാസൻ. ജോസഫ് പോത്തിഫറിന്റെ വീട്ടിൽ അങ്ങനെ ഒരു ദാസനായിരുന്നു. ഇനി ആ ദാസൻ, പണം കൊടുത്തു വാങ്ങിച്ച ആ ദാസൻ എനിക്ക് അടിമയായിരിക്കുമ്പോൾ ആ ദാസനൊരു മകൻ വീട്ടിൽ ജനിച്ചാൽ അവൻ സ്വതന്ത്രനാണ്. ഒരു ഹാമ്യം പറയാമോ? അവൻ ആരാണ്? സ്വതന്ത്രനാണ്. അപ്പോൾ ഇതാണ് പഴയ നിയമത്തിലെ ദാസൻ എന്ന ദാസി എന്നൊരു പദവി. അപ്പൊ ദാസൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ ദൈവിക കുടുംബത്തിന് അകത്തുള്ള ഒരാളല്ല, ദൈവിക കുടുംബത്തിന് പുറത്തുള്ള ഒരാളാ എന്ത്? ദാസൻ. ആമേൻ. ഈ ദാവീദ് ഈ സങ്കീർത്തനം, യഹോവേ ഞാൻ നിന്റെ ആരാണ്? ദാസനാണ്, ദാസിയുടെ മകനും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആരാണ് ദാസൻ, ആരാണ് ദാസി എന്ന ഒരു വാക്ക്. പക്ഷെ ദാവീദ് പറയുകയാണ്, യഹോവേ നീ എന്റെ എന്തഴിച്ചു? ബന്ധനം അഴിച്ചു. അപ്പൊ ഞാൻ നിന്റെ ദാസനാണ്, ദാസിയുടെ മകനാണ് എന്ന് നീ എന്റെ എന്തഴിച്ചു? ബന്ധനം അഴിച്ചു. അപ്പൊ ഈ പഴയ നിയമത്തിനകത്ത് മുഴുവൻ ഈ ദാസൻ ദാസി എന്ന് ഇങ്ങനെ നീണ്ടു കിടക്കുക, അല്ലേ? നീണ്ടു കിടക്കുക. പഴയ നിയമത്തിനകത്ത് എല്ലാവരും ആരാ? ദാസന്മാരാണ്, ദൈവത്തിന്റെ ദാസന്മാർ. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളെ ദാസന്മാരല്ല, പിന്നെയോ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകാൻ ഒരു അധികാരം കിട്ടി. അപ്പൊ പുതിയ നിയമത്തിലോട്ട് വന്നപ്പോൾ ഒരു പുത്രത്വത്തിന്റെ അവകാശം ദൈവം നമുക്ക് തന്നു, അല്ലേ? ആ ഗലാത്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ അപ്പ പിതാവേ എന്ന് വിളിക്കേണ്ടതിന് അവൻ സ്വപുത്രന്റെ ആത്മാവ്, അങ്ങനെയല്ല വാക്യം പറയുന്നത്, സ്വപുത്രന്റെ ആത്മാവ്. അപ്പൊ സ്വന്തം പുത്രന്റെ ആത്മാവിനെ നമ്മുടെ അകത്തു വെച്ചിട്ട് ഒരു ദാസൻ ദാസി എന്ന പദവി ദൈവം അങ്ങ് എടുത്തു മാറ്റി. മനസ്സിലായോ? ആമേൻ. ഇനി അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ എബ്രായ ലേഖനത്തിനകത്ത് ഒരു വാക്യം ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനുള്ള തത്സമയത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യത്തോടെ എവിടേക്ക് ചെല്ലണം? കൃപാസനത്തോട് അടുത്ത് ചെല്ലണം. എങ്ങനെയാ ചെല്ലേണ്ടത്? ധൈര്യത്തോടെ. അപ്പോൾ പഴയ നിയമത്തിലെ ദാസനും ദാസിയുമെല്ലാം കൃപാസനത്തോടടുത്ത് വരുമ്പോൾ അവര് ധൈര്യത്തോടെയല്ല വന്നുകൊണ്ടിരുന്നത്, ഭയത്തോടെയാ വന്നുകൊണ്ടിരുന്നത്, അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ ദാസൻ എന്ന പദവി പറഞ്ഞിട്ട് ഞാനൊരു ദൂതിലേക്ക് വരാം. ഈ എബ്രായ ലേഖനത്തിന്റെ 13-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത്, സ്ഥൂലമായതും തീ കത്തുന്നതും വാക്കുകളുടെ ശബ്ദം, ആമേൻ, ഇടി വെട്ടുന്നത് പോലെ അവൻ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് ഹാബേലിന്റെ രക്തത്തേക്കാൾ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനും ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? വന്നിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങൾ കൂട്ടി വായിക്കുക. കൃപാസനത്തോട് അടുത്തു വരാൻ പഴയ നിയമത്തിലെ ദാസീദാസന്മാർ ഭയപ്പെട്ട് നിന്നെടുത്ത് പുതിയ നിയമത്തിൽ ഞാനും നിങ്ങളും ഇന്ന് കൃപാസനത്തിന്റെ പുറത്ത് നിന്നല്ല സ്തോത്രം ചെയ്യുന്നത്, കൃപാസനത്തിനകത്ത് നിന്നാ സ്തോത്രം ചെയ്യുന്നത്.
ആമേൻ. അപ്പോ രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. ഒന്ന്, ദൂരത്തായിരുന്ന നിങ്ങൾ ഇപ്പോൾ സമീപസ്ഥരായി. ആമേൻ. ദൂരസ്ഥായിരുന്ന നിങ്ങൾ ഇപ്പോൾ എന്തായി? സമീപസ്ഥരായി. ദൂരത്തു നിന്നും നിങ്ങളെ എങ്ങനെയാ സമീപസ്ഥരാക്കിയത്? അതാണ് ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ സമീപേ കൊണ്ടുവന്നു. ഇനി അടുത്തൊരു വാക്യം, നിങ്ങൾ ദൂരത്തായിരുന്നു, അവൻ നിങ്ങളെ സമീപത്ത് കൊണ്ടുവന്നു. നിങ്ങൾ ദാസന്മാരായിരുന്നു, നിങ്ങൾ പുത്രത്വത്തിന്റെ അവകാശം പ്രാപിച്ചു. എന്നിട്ട് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ദൈവം ചെയ്തൊരു കാര്യം, നിങ്ങളുടെ മേലെഴുത്തെല്ലാം ദൈവം വായിച്ചു കളഞ്ഞു. എന്ന് വായിച്ചു കഴിഞ്ഞു? മേലെഴുത്ത് മുഴുവൻ വായിച്ചു. അപ്പൊ ഇവിടെ കൊണ്ടുവരിക മാത്രമല്ല, കൃപാസനത്തിന് അടുത്ത് കൊണ്ടുവന്ന് കയറ്റുക മാത്രമല്ല, രക്തത്താൽ നിങ്ങളെ വീണ്ടെടുക്കുക മാത്രമല്ല, നിങ്ങളുടെ മേലെഴുത്ത് മുഴുവൻ ദൈവം വായിച്ചു കളഞ്ഞു. ഇപ്പൊ സ്വതന്ത്രം പറയാൻ പറ്റുമോ? നമ്മുടെ മേലെഴുത്ത് എന്ത് ചെയ്തു? വായിച്ചു കളഞ്ഞു. അന്യരും പരദേശികരുമായ നിങ്ങളെ സമീപസ്ഥരാക്കി തീർത്തത് യേശുവിന്റെ രക്തത്തിന്റെ വിടുതലാണ്. ഇന്ന് ഒരു ദൂത് പറഞ്ഞ് ഞാനങ്ങ് കയറാൻ പോകുക. നിങ്ങൾ പുറത്ത് നിന്ന് ഹായ് ബായ് പറയാനുള്ളവരല്ല ദൈവമക്കളെ. ഇനി നിങ്ങൾ പുറം പറമ്പിൽ കിടന്നവരല്ല, നിങ്ങൾ അകത്ത് കിടക്കുന്നവരാണ്. ആമേൻ. എന്ന് വെച്ചാൽ ഒരു വിടുതലിന് വേണ്ടി യാചിക്കേണ്ടവരല്ല, വിടുതൽ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചേറ്റെടുക്കേണ്ടവരാ. ഒരത്ഭുതത്തിന് വേണ്ടി യാചിക്കേണ്ടവരല്ല, ഒരത്ഭുതം അങ്ങ് എടുക്കേണ്ടവരാണ് ഇന്ന്. ഹല്ലേലൂയ. ഇന്നൊരു അത്ഭുതം കാണണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൂരത്ത് നിൽക്കേണ്ടവരല്ല നിങ്ങൾ സമീപസ്ഥരാണ്, നിങ്ങൾ അകത്ത് വന്നവരാണ്. യേശുവിന്റെ രക്തത്താൽ നിങ്ങളുടെ മേലെഴുത്ത് അവൻ വായിച്ചു കളഞ്ഞതാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളൊരു വിടുതലിന് വേണ്ടി യാചിക്കാനുള്ളവരല്ല, ആ വിടുതൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞ് സ്വീകരിക്കുക. അമ്മേ. ഇനി ഈ പറയുന്ന ദൂതൻ നിങ്ങൾ ശ്രദ്ധിക്കേ. ആ വാക്യം ഇങ്ങനെയാണ്, അവൻ സ്തോത്രം, യഹോവേ ഞാൻ നിന്റെ ദാസനാണ്. ദാസിയുടെ എന്താണ്? മകനും. നീ എന്റെ എന്തഴിച്ചു? ബന്ധനം അഴിച്ചു. ഇന്നലെ വരെ മുന്നോട്ട് പോകാൻ കഴിയാതെ എവിടെയൊക്കെ നിന്നെ ബന്ധിച്ചു വെച്ചോ അത് ഇന്ന് രാത്രി ദൈവം അഴിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബത്തിനകത്ത് അവൻ തലമുറകളുടെ മേൽ മാനസികമായി ഏതൊക്കെ നിലയിൽ നിന്നെ ശത്രു ബന്ധിച്ചോ ആ ബന്ധനം മുഴുവൻ ദാസിയുടേതല്ല, ദാസന്റെ അല്ല, മക്കൾക്കെതിരെ ഉള്ള, തലമുറകൾക്കെതിരെ ഉള്ള സകല ബന്ധനങ്ങളെയും ഇന്ന് രാത്രി എന്റെ ദൈവത്തിന് ദൈവവചനത്താൽ തകർത്ത് കളയാനുണ്ട്. ആമേൻ. അപ്പോ പഴയ നിയമത്തിലെ ദാസന്റെയും ദാസിയുടെയും ബന്ധനത്തെ ദൈവം എന്ത് ചെയ്തു? അഴിച്ചു മാറ്റി. മക്കളെ, അടുത്തൊരു വാക്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോ അവൻ കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു വാക്യം 10:10 ഒന്ന് വായിച്ചേ. 10:10 മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പോ എന്ത് ബന്ധനമാ ഇന്ന് അഴിക്കുന്നത്? ഏതൊക്കെ ബന്ധനമാ ദൈവം ഇന്ന് പൊട്ടിക്കുന്നത്? ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ. സ്തോത്രം ചെയ്തേ. എന്തൊക്കെയാ? 1 മോഷ്ടിപ്പാൻ, 2 അറുക്കാൻ, 3 മുടിക്കാൻ. എന്ന് വെച്ചാൽ ഏത് ബന്ധനമാ ഇന്ന് മക്കളുടെ ദൈവം അഴിക്കുന്നത്? 1 എവിടെയൊക്കെ മോഷ്ടിക്കപ്പെട്ടോ ആ ബന്ധനത്തെ ഇന്ന് പകൽ ദൈവം അഴിക്കും. യേശുവിന്റെ നാമത്തിൽ. എവിടെയാന്ന് എനിക്കറിയത്തില്ല. നീ അനുഭവിക്കേണ്ട ചില നന്മകൾ, നിന്റെ തലമുറ അനുഭവിക്കേണ്ട ചില നന്മകൾ, നീയും നിന്റെ കുടുംബവും അനുഭവിക്കേണ്ട ചില നന്മകൾ, അത് മാനസികമാകാം, അത് ശാരീരികമാകാം, അത് ആത്മീകമാകാം. പിശാച് ഓട്ടിച്ചോണ്ട് പോയത് ഇന്ന് രാത്രി വേളയില് യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ദൈവസഭ തിരിച്ചു പിടിക്കുക.
ഏത് ബന്ധനം അഴിക്കുന്നത്? മോഷ്ടിച്ചുകൊണ്ട് പോയ ചിലത്, നീയും നിന്റെ തലമുറയും അനുഭവിക്കേണ്ട ചിലത്. അത് സമാധാനമാണെങ്കിൽ അതങ്ങനെ, അത് സന്തോഷമാണെങ്കിൽ അതങ്ങനെ. എവിടെത്താണോ മോഷ്ടിച്ചുകൊണ്ട് പോയത് അതിന്ന് രാത്രി തിരിച്ചു പിടിക്കുന്ന രാത്രി എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ചു ദൈവത്തെ ഒന്ന് ആരാധിച്ച് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെ കുടുംബത്തിനകത്ത് ഇന്നലകളിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ചിലത് പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോയത് ഇന്ന് രാത്രിവേളയിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഒരു വലിയ ദൈവിക വിടുതല് ദൈവം അഴക്കുകയാണ്. ഇന്നലെ നീ അനുഭവിച്ചത്, ഇന്നലെ നിനക്കുണ്ടായത്, ഇന്നലെ നീ ഏറ്റെടുത്തത്, ഇന്നലെ നീയും നിന്റെ കുടുംബവും ആ ദൈവിക സമാധാനം, ആ ദൈവിക സന്തോഷം നീ അനുഭവിച്ചത്. എന്നാൽ ഇന്ന് രാത്രി പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോയത് അത് തിരിച്ചു വെക്കാൻ ദൈവം ഇന്ന് രാത്രി ആ കെട്ട് പൊട്ടിച്ചു മാറ്റും. ഹല്ലേലൂയ. എനിക്കറിയില്ല, വളരെ ശക്തി. ഞാൻ മറ്റൊരു മെസ്സേജ് സ്തോത്രം ഇങ്ങനെ തയ്യാറായി വന്നു. പക്ഷെ അവിടെ വന്ന ഒരു അല്പസമയം ഞാൻ അകത്തോട്ട് കയറാതെ അവിടെ ഇരുന്നു. ആ സെറ്റിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ഈ വാക്യം ഒന്ന് അയവിറക്കിയ ഞാൻ അകത്ത് കയറിയത്. മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചിലത് മോഷ്ടിച്ചുകൊണ്ട് പോയി. അത് സമാധാനമാണോ? അത് ശാരീരികമാണോ? അത് മാനസികമാണോ? ശത്രു മോഷ്ടിച്ചുകൊണ്ട് പോയത് അവൻ അഴിച്ച് ഇന്ന് രാത്രി ദൈവം മടക്കി തരും നിന്റെ കയ്യിൽ. ഹല്ലേലൂയ. ഞാന് ഇത് പറയുന്ന കൂട്ടത്തില് ഒരു കൊച്ചു കാര്യം പറയാം. ദാവീദ് ഈ ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും എറിയാൻ സമർത്ഥന. ദാവീദിനെ ദൈവം അങ്ങനെയാ അഭിഷേകം ചെയ്തത്. എറിയാൻ ഒരു അഭിഷേകം. എല്ലാവരുടെയും അഭിഷേകം ഒരുപോലെയല്ല. ആമേൻ, സ്തോത്രം. അഭിഷേകത്തിന് വ്യത്യാസമുണ്ട്. ദാവീദിനെ എറിയാൻ ഒരു അഭിഷേകം ദൈവം കൊടുത്തു. അതുകൊണ്ടല്ലേ ഒറ്റ കല്ലുകൊണ്ട് ഗോലിയാത്തിനെ താൻ താഴെ ഇട്ടത്. കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ആമേൻ, ഇത് എന്താ പറയുന്നേ, ആ ദാവീദ് തന്റെ കൂടെ വരുന്നവർക്ക് ഒരു പ്രാക്ടീസ് പോലെയായി. ആമേൻ. പിന്നെ ദാവീദിന്റെ കൂടെ വന്നവരെല്ലാം ദാവീദ് എറിയാൻ പഠിപ്പിച്ചു. അവിടെ ചുമ്മാ എറിയാൻ പഠിപ്പിച്ച് ദാവീദ് പഠിപ്പിച്ചു വന്നപ്പോ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവർ ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ട് എറിയാൻ തുടങ്ങി. സ്തോത്രം. ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ട് എറിയാൻ തുടങ്ങി. അത് ഒരു നിസ്സാര കാര്യമല്ല അല്ലേ? ഈ ചിലർക്ക് ഇടം കൈ ഉള്ളവർക്ക് സ്തോത്രം ഈ വലം കൈ കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വലം കൈ ഉപയോഗിക്കുന്നവർക്ക് ഇടം കൈ കൊണ്ട് ചിലത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ദാവീദിന്റെ അടുക്കൽ വരുന്നവരുടെ പ്രത്യേകത ഈ രണ്ട് കൈ കൊണ്ടും അവരെറിയും. അന്നേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ അഭിഷേകമുള്ളവന്റെ കൂടെ നീ നടന്നാൽ നിന്റെ മേലും ഒരു അഭിഷേകം ഉണ്ടാവും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും എറിയുന്ന ദാവീദിന്റെ കൂടെ ചിലർ കൂടിയപ്പോ അവരുടെ മേലും ഈ അഭിഷേകം ചലിക്കാൻ തുടങ്ങി. അവരും ഇത് ചെയ്യാൻ തുടങ്ങി, അവരും ഇത് എടുക്കാൻ തുടങ്ങി. അവരെറിയുന്നത് ദാവീദ് എറിഞ്ഞതുപോലെ തന്നെയോ. ആമേൻ. എന്നാൽ ഇങ്ങനെ രണ്ട് കൈയും കൊണ്ട് എറിയുന്നവരുണ്ടായിട്ട് പോലും ദാവീദിന്റെ സിക്ലാഗ് എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോ, സിക്ലാഗിന്റെ ചരിത്രം ഇതാണ്. ദാവീദും കൂട്ടരും ആഹാരം കൈക്കൊള്ളാൻ പട്ടണത്തിൽ പോയി തിരിച്ചു വന്നപ്പോ സംഭവിച്ച എന്താണെന്നറിയാമോ? സിക്ലാഗ് മുഴുവൻ ശത്രു സൈന്യം വന്ന് മോഷ്ടിച്ച് അരിച്ചു പെറുക്കി ആ സിക്ലാഗ് മുഴുവൻ, കൂടാരം മുഴുവൻ തീ വെച്ച് ചുട്ട് കത്തിച്ചു കളഞ്ഞു. ആമേൻ. ദാവീദും കൂട്ടരും വന്നപ്പോ കണ്ട കാഴ്ച, സിക്ലാഗ് മുഴുവൻ കത്തിച്ചാമ്പലായി കിടക്കുന്നു. ആരുമില്ല. നന്മ മാത്രമല്ല ആ കൂടാരത്തിനകത്ത് സിക്ലാഗിൽ എന്തെല്ലാം ഉണ്ടായോ അതെല്ലാം അവർ മോഷ്ടിച്ചോണ്ട് പോയി. ഉടനെ ദാവീദിൻ കൂടെ ഉണ്ടായ കുറച്ചു പേര് ദാവീദിനെതിരായി. ആമേൻ. എറിയാൻ പഠിപ്പിച്ച ദാവീദിനെ എറിയാൻ അവരെന്തെടുത്തു? കല്ലെടുത്തു. ഇശായി പുത്രൻ മരിക്കണം എന്ന് പറഞ്ഞ് എറിയാൻ പഠിപ്പിച്ചവനെ എറിയാൻ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. പക്ഷേ ദാവീദ്
മുട്ടുകുത്തി തമ്പുരാനോട് ചോദിച്ചു, തമ്പുരാനെ ഞാൻ എന്ത് ചെയ്യണം? ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ? ദൈവത്തിന് മറുപടി, നീ പിന്തുടരും. നീ പിന്തുടരും മാത്രമല്ല, പിന്തുടരുക മാത്രമല്ല, നീ എത്തിപ്പിടിക്കും. നീ എന്ത് ചെയ്യും? എത്തിപ്പിടിക്കും. ആരോടാന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, മോഷ്ടിച്ചോണ്ട് പോയത് നീ എത്തിപ്പിടിക്കും. നീ പിൻചെല്ലും, നീ പുറകെ ചെല്ലും. നിന്റെ കൂടാരത്തിനകത്തുനിന്ന് പിടിച്ചോണ്ട് പോയത്, ശത്രു മോഷ്ടിച്ചോണ്ട് പോയത്, അതെന്താന്ന് എനിക്കറിയത്തില്ല. തലമുറയുടെ വിഷയമാകാം, അത് ആയുസിന്റെ വിഷയമാകാം, അത് ജോലിയുടെ വിഷയമാകാം, അത് സമ്പത്തിന്റെ വിഷയമാകാം. ഇന്ന് രാത്രി ലൈവിലൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പറയുന്നു, അത് എന്തു തന്നെയാകട്ടെ, ദൈവ പൈതലേ, നീ അതിനെ പിന്തുടരും, നീ അത് എത്തിപ്പിടിക്കും, നീ ആ കൊല്ല പങ്കിട്. എത്രപേർക്ക് അത് മനസ്സിലായിന്നറിയില്ല. അവൻ ദൈവ പൈതലേ, ശത്രു കൊണ്ടുപോയതിനെ നോക്കി കണ്ണുമടച്ചിരിക്കരുത്. ശത്രു കൊണ്ടുപോയതിനെ നോക്കി കയ്യും കെട്ടി നിൽക്കരുത്. നിങ്ങളുടെ മേലെ അഭിഷേകമുണ്ടെങ്കിൽ, നിങ്ങളുടെ മേലെ നിറവുണ്ടെങ്കിൽ, ശത്രു കൊണ്ടുപോയത് ഇന്ന് രാത്രി തിരിച്ചു പിടിക്കാനുള്ള ഒരഭിഷേകം ഇന്ന് രാത്രി ചലിക്കട്ടെ. കയ്യും കെട്ടി നിൽക്കരുത്, കയ്യും കെട്ടി നിൽക്കരുത്, കയ്യും കെട്ടി നിൽക്കരുത്. നിങ്ങളുടെ കൈ ഇന്ന് പിശാച് മോഷ്ടിച്ചോണ്ട് പോയത് ഇന്ന് രാത്രി തിരിച്ചു പിടിക്കാനുള്ള ഒരഭിഷേകം ചലിക്കണം. ആ ചരിത്രം ഒന്ന് പറഞ്ഞോട്ടെ. അതിനകത്ത് എന്തോ ഒരു ദൂത് കിടപ്പുണ്ട്. പിന്തുടരാൻ പറഞ്ഞു, പിന്തുടർന്നു. ഏത് വഴിയാ പോയതെന്നറിയില്ല. പക്ഷെ ലക്ഷ്യം വെച്ച് ദാവീദും കൂട്ടരും ഇങ്ങനെ പിന്തുടരുമ്പോ ദാവീദിന്റെ കണ്ണിൽ ഒരു കാഴ്ച കണ്ടു. എന്നാന്നറിയോ? ഒരു കുഴിക്കകത്ത് ഒരു ഇസ്മാലിയൻ എന്ത് ചെയ്യുന്നു? കിടക്കുന്നു, ഒരു കുഴി കിടക്കുന്നു. ദാവീദ് എന്നിട്ട് പടയാളിയോട് പറഞ്ഞു, ഒരുത്തൻ കുഴി കിടപ്പുണ്ട്, ആരാന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഈ കുഴി കിടക്കുന്നവനെ വലിച്ചു കെട്ടിട്ട് ചോദിച്ചു, ആരാ നീ? ഞാനൊരു ഇസ്മാലിയനാ. എങ്ങനെ ഈ കുഴിക്കകത്ത് വന്നു? അതെ, വന്നതല്ല, എന്നെ ഇട്ടതാ. ആരിട്ടു? അതെ, ഞങ്ങള് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഒരു ഈശായി പുത്രന്റെ അവൻ കൂടാരം കൊള്ളയിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാ. നോക്കിക്കേ, തിരിച്ച് വരുന്ന വഴിയാ. ആഹാ, കൊള്ളാലോ. എന്നിട്ട് വരുന്ന വഴിക്ക് എനിക്ക് പനി പിടിച്ചപ്പോ എന്റെ യേജമാനൻ എന്റെ കുഴിയിൽ എറിഞ്ഞു കളഞ്ഞിട്ട് അവർ കടന്നു കളഞ്ഞു. ഒരു സ്വോത്രം പറഞ്ഞേ. എടാ, ആയിഷായി പുത്രനാ നിന്റെ മുമ്പിൽ നിൽക്കുന്നേ. ദാവീദ് എന്ത് ചെയ്യുന്നറിയോ? പാണ്ടക്കെട്ടിനകത്തൊന്ന് ആമൻ നല്ല ഉണക്ക മുന്തിരി അല്പം ആമൻ അപ്പമെടുത്ത് ആമൻ ആ ഇസ്മായിലിനെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ കഴിക്കേ. ആ മുണക്ക മുന്തിരിയും അപ്പവും കഴിച്ച് അവൻ ഉയിര് പ്രാപിച്ചു. അവൻ എന്ത് പ്രാപിച്ചു? അവൻ ഉയര് പ്രാപിച്ചു. ദൈവ പൈതലേ, നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്നാന്നറിയോ? എത്ര തകർന്നവനെയും പണിതെടുക്കും. ഹല്ലേലൂയ. ഈ ദൂത് മാറുന്നത് കൊണ്ട് ഞാൻ തിരിച്ചു വരികയാ. ഏത് കുഴി കിടക്കുന്നവനെയും വലിച്ചു കയറ്റാൻ ഒരു ഈശായിയുടെ പുത്രനായ ദാവീദ് ഉണ്ടായിരുന്നെങ്കിൽ, ദാവീദിന്റെ പുത്രനായ യേശു കർത്താവിന്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഏത് കുഴി കിടക്കുന്നവനെയും, ഏത് തകർച്ച കിടക്കുന്നവനെയും, ഏത് താണു കിടക്കുന്നവനെയും വലിച്ചു കയറ്റി സൗഖ്യമാക്കാൻ അവന്റെ മക്കൾ അവൻ ചിലതൊക്കെ ഉണ്ട്. ഞാന് എന്തായാലും ഈ ദൂത് ഇന്ന് കയറിയത് കൊണ്ട് എനിക്കും അത് രസമായിട്ട് തോന്നുന്നുണ്ട്. അവൻ ഇശായി പുത്രനായ ദാവീദ് മുറിവേറ്റവനെ, തകർന്നു കിടന്നവനെ വലിച്ചു കയറ്റിയിട്ട് അപ്പവും എന്ത് കൊടുത്തു? വെള്ളവും കൊടുത്ത്, അവൻ മലരുമൊക്കെ കൊടുത്ത് അവൻ ഉயிருള്ളവനായി. എനിക്ക് ഈ ഭാഗത്തുനിന്ന് ഈ ദാവീദിന്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ യേശുവിന്റെ ചരിത്രവും ദാവീദിന്റെ ചരിത്രവും ഒരുപോലെ തോന്നുന്നു. എന്ന് വെച്ചാലേ, യേശു ഒരിക്കല് പുതിയ നിയമത്തിൽ ഒരു ഉപമ പറഞ്ഞു. ആ ഉപമയുടെ അവൻ പ്രധാന രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ. നല്ല സമരിയക്കാരന്റെ
ഉപമ അല്ലേ? മുറിവേറ്റ് വഴിയറമ്പിൽ കിടന്ന ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? ആമേൻ. മുറിവേറ്റ് വഴിയിൽ കിടന്ന ഒരു മനുഷ്യൻ. സ്വത്രം. കള്ളന്റെ കയ്യിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ. അവരവൻ എന്ത് ചെയ്തു? മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനാക്കി. ആമേൻ. എല്ലാം മോട്ടിച്ച് ഇട്ടിട്ട് പോയി. ആമേൻ. നല്ല സമരിയക്കാരും ചെയ്തത് അടുത്തു വന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞു. നല്ലൊരു ഹല്ലേലൂയ പറ. ഇന്ന് ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് ഈ ആലയത്തിനകത്ത്, ഒരുപക്ഷെ ആദ്യമായിരിക്കാം നിങ്ങൾ ഈ മീറ്റിംഗ് കൂടുന്നേ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളെ ഈ ലൈവിലൂടെ കേൾക്കുന്നവരാരെങ്കിലും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു മീറ്റിംഗ് നിങ്ങൾ കൂടുന്നത്. നിങ്ങൾക്കുള്ള ദൂത് ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു. ഞങ്ങളുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, തകർന്നവനെ കണ്ട് മാറിപ്പോകുന്ന ഒരു ദൈവമല്ല, തകർന്നവനെ കണ്ട് അടുത്തു വരുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. അല്ലേ? തകർന്നവനെ കണ്ടിട്ട് അടുത്തു വന്നു. ദാവീദ് ചെയ്തെന്ന തകർന്നവനെ കണ്ടിട്ട് അടുത്തു വന്നു. തകർന്നവനെ കണ്ടിട്ട് ദാവീദ് അടുത്തു വന്നു. ദാവീദ് ചിലത് കൊടുത്തു. എന്ന പുതിയ നിയമത്തിൽ യേശുവിന് സമമായ അവൻ സമരിയക്കാരന്റെ കഥ പറയുമ്പോൾ യേശു അടുത്തു വന്നു. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ ദൈവമക്കളെ, ഏത് തകർന്നവന്റെയും അടുത്തു വരാൻ ഇന്ന് രാത്രി ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു ദൈവമുണ്ട്. അത് അനുഭവിച്ചവരുണ്ടെങ്കിൽ മാത്രം കരമൊന്നടിച്ച് ദൈവത്തിന് നന്ദി പറ. ഞാനും തകർന്നതായിരുന്നു, നിങ്ങളും തകർന്നതായിരുന്നു. എല്ലാരും മാറിപ്പോയപ്പോൾ, കാണാതെ പോയപ്പോൾ, അവ കണ്ടിട്ടും കാണാതെ പോയവർ എന്റെ അടുക്കെന്ന് മാറിപ്പോയപ്പോൾ എന്റെ അടുത്തു വന്ന് എന്റെ ചാരെ നിന്ന ഒരേ ഒരു ദൈവം, അത് യേശുവാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ആരാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, തകർച്ചയിൽ അടുത്തു വന്നത് നമ്മുടെ കർത്താവെയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്യം, ഒരു പദം ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ. കർത്താവിന്റെ സങ്കേതവും കർത്താവിന്റെ ബലവും. അല്ലെ? അടുത്ത വാക്യം, അവൻ എന്റെ കഷ്ടങ്ങൾ എനിക്ക് ഏറ്റവും അടുത്ത തൂണ. റോമൻസ് ഭാഷ 27-ാം സങ്കീർത്തനം അല്ലേ? 46-ാം സങ്കീർത്തനം. കർത്താവ് എനിക്ക് കഷ്ടങ്ങളിൽ ഒന്ന് കേറി വരുന്നു. കർത്താവിന്റെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. കഷ്ടങ്ങളിൽ അവൻ എനിക്ക് ഏറ്റവും അടുത്ത തുണ. ഈ തുണ എന്നൊരു വാക്ക് വേദപുസ്തകത്തിൽ ആരംഭിക്കുന്ന എവിടെയാണെന്നറിയോ? എവിടെയാ? അവൻ 1:26 വായിക്കണ്ട. ഉൽപ്പത്തി 1:26. മനുഷ്യൻ ഭൂമിയിൽ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ഞാൻ അവന് തക്കതായ ഇണയല്ല, തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അവൻ പറഞ്ഞു. വേദപുസ്തകത്തിനകത്ത് ആദ്യമായി തുണ എന്നൊരു വാക്ക് വേദപുസ്തകത്തിൽ ഉണ്ടാകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്. കർത്താവ് പറഞ്ഞു, ഞാൻ അവന് ഇണയല്ല ഉണ്ടാക്കി കൊടുക്കുന്നത്, തുണ എന്ന വാക്കിന്റെ അർത്ഥം മാനസികമായി ശാരീരികമായ എല്ലാ വൈകാരിക നിമിഷങ്ങളിലും എനിക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ പേരാണ് തുണ. മനസ്സിലായില്ലല്ലേ? എന്റെ വേദനയിൽ എന്നെ താങ്ങാൻ, എന്റെ കഷ്ടങ്ങൾ എന്നെ കൂടെ ഇരിക്കാൻ, എന്റെ കണ്ണുനീരിൽ എന്നെ ആശ്വസിപ്പിക്കാൻ, അതിനാണ് തുണ. ഒരു സ്വതന്ത്രം ചെയ്യാൻ പറ്റുമോ? എന്ന തുണയായവൾ, തുണയായി തീരേണ്ടവർ അവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ തുണയാകേണ്ടവൾ വിനയായി മാറി. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. തുണയാകേണ്ടവർ വിനയായി മാറി. ഈ 2 ദിവസം മുമ്പ് ആരോടോ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഭാര്യമാരുണ്ടായ ഒരാൾ ലോകത്തുണ്ടായത് ശലോമോനാണ്. 700 വെപ്പാട്ടിമാരും 300 കുലീനഭക്തിമാരും 1000 പേരുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നുപോലും തക്ക തുണയില്ലായിരുന്നു. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. 1000 ഉണ്ടായിട്ട് പോലും തക്ക തുണ ഇല്ലായിരുന്നു. എങ്ങനെ മനസ്സിലായി? തന്റെ ആരംഭത്തേക്കാൾ തന്റെ അവസാനം ഏറ്റവും മോശമായിരുന്നു. ഒരു നല്ല തുണയായ ഭാര്യ ഒരാൾക്കുണ്ടെങ്കിൽ അവന്റെ ആരംഭത്തേക്കാൾ അവന്റെ അവസാനം നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? നല്ലൊരു ഭാര്യ, നല്ലൊരു തുണ ഒരാൾക്കുണ്ടെങ്കിൽ അവന്റെ ആരംഭവും അവസാനവും ഏറെ നല്ലതായിരിക്കും ദൈവമക്കളെ. അതുകൊണ്ട് അവൻ വേദപുസ്തകത്തിൽ തുണയാകേണ്ട പലതും അവൻ വിനയായി മാറിയ ചരിത്രമുണ്ട്.
അല്ലേ? ശിംശോന്റെ ഭാര്യ ദലീല തുണയാകേണ്ടവള്, പക്ഷേ ആമേൻ അവള് ശിംശോന് വിനയായി. മീഖൽ ദാവീദിന് തുണയാകേണ്ടവളാ, പക്ഷേ ആത്മീയ ആരാധന വിഷയത്തിൽ അവൾ തുണയാകേണ്ടതിന് പകരം അവൾ എന്തായി? വിനയായി മാറി. പോട്ടെ, അത് പോയാ നമ്മൾ ഇന്ന് വേറെ വിഷയത്തിൽ പോകും. അപ്പൊ വേദപുസ്തകത്തിനകത്ത് തുണ എന്നൊരു വാക്ക് ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിനകത്താണ്. ഏത് ബന്ധത്തിൽ? ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ് തുണ എന്ന് വാക്ക് ആരംഭിച്ചത്. എന്നാലേ ആമേൻ സങ്കീർത്തനം 46 വന്നപ്പോൾ ദാവീദ് ഇങ്ങനെ എഴുതി, മീഖൽ അല്ല എന്റെ തുണ. ദൂത മനസ്സിലായോ? ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്ക് കടമെടുത്ത് പറയാ. 46 വന്നപ്പോൾ ദാവീദ് എഴുതി വെച്ചു, മീഖൽ അല്ല, ശൗലിന്റെ മകൾ മീഖൽ അല്ല എന്റെ ഭാര്യ, പകരം തുണ, പകരം എന്റെ തുണ എന്റെ തമ്പുരാനാണ്. ഒരു ഹല്ലേലൂയ പറ എന്ന് വെച്ചാൽ ഒരൊറ്റ ദൂതൻ നിങ്ങളോട് പറയാ, നിനക്ക് തുണയായി തന്ന ഭാര്യ മാറിപ്പോയാലും, ആകാശം മാറിയാലും, കുന്നുകൾ നീങ്ങിപ്പോയാലും മാറാത്ത ഒരു നല്ല തുണ ദൈവം നിനക്ക് ഉണ്ട്. അവന്റെ പേര് യേശുവെന്നാണ്. കരമുയർത്തു ദൈവത്തെ സ്തുതിച്ച്. അവനാണ് തക്ക തുണ. ഇനി ഈ വാക്യത്തോട് ചേർന്ന് മറ്റൊരു വാക്യം ഞാൻ പറയാം. ഈ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സ്തോത്രം അവസാന പ്രതിപാദത്തിങ്കൽ എനിക്കാരും തുണനിന്നില്ല, എനിക്കാരും തുണനിന്നില്ല. പൗലോസ് പറയാണ്, അവസാന പ്രതിപാദത്തിങ്കൽ എനിക്കാരും തുണനിന്നില്ല, പക്ഷെ കർത്താവ് എനിക്ക് തുണനിന്നു. എന്നാ ഈ ദൂത് ഇങ്ങനെ കയറി വരുന്നേ? മകളെ, ആരും തുണയില്ലെങ്കിലും തമ്പുരാൻ നിനക്ക് തുണയാ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം CCTVയിലെ ഒരു വാർത്ത വന്നത് ഭയങ്കരമായിട്ടങ്ങ് വൈറലായി. എന്നാന്നറിയോ? ആമേൻ, അമ്മേനെ, പ്രായമായ അമ്മയെ, സ്തോത്രം, ഭാര്യയും മരുമകളും മകനും കൊച്ചുമ്പോളും കൂടി കാറിന് കൊണ്ടുവന്നിട്ട് വഴിയിറമ്പിക്കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകുന്നത് പോസ്റ്റിലിരുന്ന ക്യാമറയിൽ പതിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഞാനതിങ്ങനെ കണ്ട് ഒരുപാട് മനസ്സ് വേദനിച്ചു. കൊണ്ടുവന്നിട്ട് വഴിയിറമ്പി കൊണ്ടുവന്നിട്ട് ഈ പൂച്ചക്കുട്ടി കളയുന്ന പോലെ രണ്ടിടത്തും ഇങ്ങനെ ഒരു മുണ്ട് പിടിച്ച് കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് ഓടി കയറിയ. മോള് കൊണ്ടുവന്ന് ഒരു മുണ്ട് കൊടുക്കുന്നുണ്ട്, ഒരു പക്ഷെ പുതപ്പിക്കാനാകാം. അത് കയ്യിൽ നിന്ന് മേടിച്ച് എറിഞ്ഞ് അതിനടുത്തിട്ടിട്ട്, സ്തോത്രം, അവർ വണ്ടി കയറിപ്പോയി. ആ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോ എന്റെ മനസ്സിൽ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു. ഈ മകനെ പ്രസവിച്ചപ്പോൾ തണുപ്പ് കൊള്ളാതെ, കാറ്റടിക്കാതെ എത്രമാത്രം ആ അമ്മ കവർ ചെയ്ത് കാണും അല്ലേ? എത്ര തവണ ഒന്നും രണ്ടുമൊക്കെ ആ അമ്മയുടെ ആ വസ്ത്രത്തിൽ ഇവൻ കാര്യങ്ങൾ സാധിപ്പിച്ച് കാണും അല്ലേ? ആ അമ്മയെ കൊണ്ടുവന്ന വഴിയറമ്പിൽ വലിച്ചെറിഞ്ഞ് കളയുക. ദൈവമക്കളെ, ഇതൊരു വല്ലാത്ത കാലമാണ്, ഒരു വല്ലാത്ത കാലമാണ്. പക്ഷെ കർത്താവ് നിന്നോട് പറയുകയാണ്, ഞാൻ നിനക്ക് തുണയായിരിക്കും. ഞാൻ നിനക്ക് എന്തായിരിക്കും? ഞാൻ നിനക്ക് തുണയായിരിക്കും. ആ വാക്യം എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ സ്തോത്രം മുഴങ്ങുന്നു. യേശു നിനക്ക് തുണയാ. ആര് മാറിയാലും ദൈവം നിനക്ക് തുണയാ. ആ തുണയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ അടുത്ത് തന്നെയുണ്ട്, അവൻ അടുത്തൊന്നും മാറത്തില്ല. അപ്പൊ നല്ല ശമരിയക്കാരന്റെ ഒരു പ്രത്യേകത, അവൻ എന്ത് ചെയ്തു? പറ. രക്ഷ ചെയ്തു. ഇല്ല, അടുത്തു വന്നു. അടുത്തു വന്ന് 2 എണ്ണയും വീഞ്ഞും അവൻ പകർന്നു. ഈ നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അടുത്തു വരിക മാത്രമല്ല,
നിനക്ക് വേണ്ടി എന്തും തരാൻ അവൻ റെഡിയാ. അതിന് ഇത്ര സന്തോഷമുള്ള ദൈവമക്കളെ, അടുത്തു വരിക മാത്രമല്ല, ഈ തമ്പുരാന്റെ രണ്ടാമത്തെ പ്രത്യേകത, അവന്റെ കയ്യിൽ എന്തുണ്ടോ അത് തരാൻ അവന് 100 മനസ്സാ. ദൈവ പൈതലേ, അവന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് സമാധാനമാണെങ്കിൽ അത് സമാധാനം, സന്തോഷമാണെങ്കിൽ സന്തോഷം, അവനുള്ളത് മുഴുവൻ തരാൻ അവന് 100 മനസ്സാ. ഹല്ലേലൂയ. 1, യേശു അടുത്തു വന്നു. 2, അവന്റെ മുറിവുകളെ കെട്ടി, തന്റെ മുറിവിനെ കെട്ടി. ഈ സ്തോത്രം നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ലെന്നേ. ഈ പുറത്തുള്ള മുറിവുണ്ടല്ലോ, അത് ഒരു ആന്റിബയോട്ടിക് എടുത്താൽ എന്ത് ചെയ്യും? അത് മാറും, അത്രേ ഉള്ളൂ. അത് ഇത്രേ ഉള്ളൂ. ഒരു മുറിവാണോ, തുന്നിക്കെട്ടി ഇത്തിരി പൊടിയൊക്കെ ഇട്ട് ഒരു ബാൻഡേജൊക്കെ ചുറ്റി 2 ടാബ്ലറ്റ് കഴിച്ച് 2 പെയിൻ കില്ലറൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയ നേരം വെളുക്കുമ്പോഴേക്ക് ആ വേദന മാറും. പക്ഷേ ഈ അകത്തെ മുറിവുണ്ടല്ലോ, ആ വേദന മാറത്തില്ല. അതല്ലല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. പിന്നെ ഈ ഏറ്റവും ഈ ലോകത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്നറിയോ? പക്ഷേ ഭയങ്കര വേദനയാ. പക്ഷേ എവിടെ? അകത്ത് ഭയങ്കര വേദനയാ. പക്ഷേ ഹൃദയത്തിനകത്ത് ഭയങ്കര വേദനയാ. പക്ഷേ ഭയങ്കര മുറിവാണല്ലേ. അതുകൊണ്ട് ഉറക്കമില്ല. പക്ഷേ ടെൻഷനാ. പക്ഷേ അപ്പോ 2 ഉറക്ക ഗുളിക തരും. ഇത് കഴിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങിക്കോ. അങ്ങനെ കഴിച്ചു, ഉറങ്ങി, എഴുന്നേറ്റപ്പോ പിന്നെയും ആ മുറിവിൽ വേദന ആരംഭിച്ചു. പക്ഷെ നമ്മുടെ അപ്പന്റെ പ്രത്യേകത പറയട്ടെ, കേൾക്കാൻ സന്തോഷമുണ്ടോ? എന്നാ കേട്ടോ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന്റെ നുറുക്കം കണ്ട്, നിന്റെ ഹൃദയത്തിന്റെ വേദന കണ്ട്, ആമേ തകർന്നു കിടക്കുന്ന ആ മുറിവ് കണ്ടിട്ട് ആ മുറിവിനകത്തോട്ട് ആസിഡ് ഒഴിക്കുന്നവനല്ല എന്റെ ദൈവം. ആ മുറിവിനെ ആമൻ വേദനിപ്പിക്കാതെ അതിനെ കെട്ടാൻ, ആ വേദന മാറ്റാൻ, അതിന്റെ നൊമ്പരങ്ങളെ മാറ്റാൻ ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഉണ്ട്. അവനെ കരമടിച്ചൊന്ന് ആരാധിച്ച്. ആമേൻ. ദൈവത്തിനും മഹത്വം. അപ്പോ 1 അടുത്തു വന്നു. 2 എണ്ണയും വീഞ്ഞും പകർന്നു. അവന്റെ മുറിവിനെ എന്ത് ചെയ്തു? അവൻ സ്വാമി, നമ്മുടെ ഈ കർത്താവിന്റെ ഏറ്റവും വലിയ പരിപാടി നമ്മുടെ മുറിവിനെ എന്ത് ചെയ്യും? നമ്മുടെ മുറിവിനെയൊക്കെ അങ്ങ് കേട്ടു. ഈ കർത്താവ് ഈ മുറിവ് കെട്ടിയാൽ നമുക്കൊരു ഭയങ്കര സമാധാനമാണ്. ഒരല്ലല്ലോ എന്ന് പറഞ്ഞു. ഈ ലോക മനുഷ്യന്റെ അടുത്തൊരു പ്രത്യേകത എന്താണെന്നറിയോ? നിനക്കൊരു മുറിവുണ്ടെന്ന് കണ്ടാലുണ്ടല്ലോ, ആ മുറിവിന്റെ ആഴം പിന്നെ എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. മുറിവിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. മുറിവിൽ അവൻ വീണ്ടും ആസിഡ് കോരി ഒഴിക്കും. പക്ഷെ തമ്പുരാന് ചെയ്യത്തില്ല. ഒരല്ലല്ലോ എന്ന് പറഞ്ഞ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. കർത്താവ് ഒരിക്കലും നിന്റെ വേദന വർദ്ധിപ്പിക്കത്തില്ല. നിന്റെ വേദന ഒപ്പുന്നൊരു ദൈവത്തെ സേവിക്കുന്നു. ഹല്ലേലൂയ. 2 മുറിവ് കെട്ടി. അടുത്തത് തന്റെ വാഹനത്തിൽ കയറ്റി. അതിന്റെ അർത്ഥം മുറിവ് കെട്ടുക മാത്രമല്ല, നിന്നെ എവിടെ എത്തിക്കാൻ ദൈവത്തിന് മനസ്സുണ്ടോ അവിടെ ദൈവം നിന്നെ എത്തിക്കും. എവിടെയൊക്കെ എത്തിക്കാൻ തമ്പുരാന് മനസ്സുണ്ടോ, ഏതൊക്കെ സ്ഥലത്തെത്തിക്കാൻ മനസ്സുണ്ടോ അവിടെയെല്ലാം ദൈവം നിന്നെ എത്തിക്കും. ഹല്ലേലൂയ. ഞാൻ തിരിച്ചു വരാം. എന്നാൽ ഒരു കാര്യം സംഭവിച്ചു. വഴി കിടന്നവനെ പൊക്കി. അവന് കഴിക്കാൻ ചിലത് കൊടുത്തു, കുടിക്കാൻ ചിലത് കൊടുത്തു. നീ ആരാന്ന് ചോദിച്ചു. കാര്യമെല്ലാം പറഞ്ഞു. എന്നിട്ട് ദാവീദ് പറഞ്ഞു, അപ്പൊ നിന്റെ ലക്ഷ്യം എന്നെ തകർക്കുക എന്നുള്ളതാ. സാറേ, അതാ സാറിൻ്റെ കുടുംബത്തെയും സാറിൻ്റെ ഭവനത്തെയും ഒക്കെ മോഷ്ടിച്ച് ഇന്ന വഴി പോയിട്ടുണ്ട്. നോക്കിക്കേ, സാധാരണഗതിയിൽ ദാവീദ് കൊല്ലേണ്ടതാ, പക്ഷെ കൊന്നില്ല. അവനെ ജീവിപ്പിച്ച് ശത്രു കൊണ്ടുപോയ സ്ഥലം വ്യക്തമായി മനസ്സിലാക്കി അതിനെ ഫോളോ ചെയ്ത് ദാവീദ് മുഴുവൻ തിരിച്ചു പിടിച്ചു. കർത്താവ് നിന്നോട് വളരെ ആഴമായി പറയുന്നു, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ ദൈവം കൃപ തരും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച് ആത്മാർത്ഥമായി മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ് ജീസസ്.
എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. മോഷ്ടിക്കപ്പെട്ടത്, അറുക്കപ്പെട്ടത്, കവർന്നുകൊണ്ട് പോയത് ദൈവം അവൻ നിനക്ക് മടക്കി തരും. വാക്യം മറക്കരുത്. യഹോവേ, ഞാൻ നിന്റെ ദാസിയുടെ പഴയ നിയമത്തിൽ ദാസന്റെയും ദാസിയുടെയും ബന്ധനം അഴിച്ചെങ്കിൽ നീ ദാസിയല്ല, നീ ദാസനല്ല, നീ അവന്റെ പുത്രനാ. തിരിച്ചു പിടിക്കണം ഇന്ന് രാത്രി. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം. എല്ലാവരും ഒരു നിമിഷം ദിവസത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ രാത്രി നമ്മുടെ അരിമനാഥനായ കർത്താവ് നമ്മുടെ അടുക്കൽ നിൽക്കുകയാണ്. നമ്മുടെ മുറിവുകളെ കെട്ടുവാൻ, നമ്മുടെ ഭാരങ്ങളെ മാറ്റുവാൻ, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി നമ്മോട് കൂടെയുള്ളപ്പോൾ എല്ലാ ഭാരങ്ങളും എല്ലാ വേദനകളും അപ്പൻ്റെ സന്നിധിയിലേക്ക് വെച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ നല്ല തുണയാണ്, ഞങ്ങളുടെ നല്ല സഖിയാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമായിരിക്കാൻ ഇന്ന് രാത്രി ഞങ്ങളെ മുറ്റുമായി അപ്പൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നെന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശത്രു നമ്മളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത്, ശത്രു നമ്മളിൽ നിന്ന് മുടിച്ചു കൊണ്ടുപോയത്, അപഹരിച്ചു കൊണ്ടുപോയത് എല്ലാം മടക്കി തരുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഈ രാത്രി നമുക്കൊന്ന് നോക്കാം. അവൻ്റെ സന്നിധിയിൽ നമുക്കൊന്നിച്ചായിരിക്കാം. എല്ലാവരും ദിവസം ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഈ രാത്രി നമ്മൾ അനുഭവിക്കേണ്ടതിനായി ശബന രഗതന രഗകമന ദുരഗശംദന റീഖാമാന ഷാധാരബാരബാര ദുരബാരബാരബാര. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ദിവസനെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ അഭിഷിക്തനോട് കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൂതനായി സ്തോത്രം ചെയ്യുന്നു. ശത്രു പലപ്പോഴും ഞങ്ങളുടെ നന്മയെ മുടിച്ചു കൊണ്ടുപോയി, ഞങ്ങളുടെ നന്മയെ അപഹരിച്ചു കൊണ്ടുപോയി, മോഷ്ടിച്ചു കൊണ്ടുപോയി. എന്നാൽ കർത്താവേ, അത് മടക്കി തരാൻ കഴിവുള്ള അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ മുറിവുകളെ മാറ്റുന്ന, ഞങ്ങളുടെ ക്ഷീണങ്ങളെ മാറ്റുന്ന, ഞങ്ങളുടെ തകർച്ചകളെ മാറ്റുന്ന ഒരു നല്ല അപ്പൻ ഞങ്ങളുടെ കൂടെയുള്ളതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ നല്ല തുണയായി, ഞങ്ങളുടെ നല്ല സങ്കേതമായി, ഞങ്ങളുടെ ബലമായി, ഞങ്ങളുടെ കോട്ടയായി, ഞങ്ങളുടെ കൂടെയുള്ളതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, കടന്നു വന്ന് എല്ലാവരും സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവ് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ ഒപ്പം കർത്താവ് പലയിടങ്ങളിൽ ഇരുന്ന് യൂട്യൂബിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവരുടെ മേലും ഈ രാത്രി ദൈവിക സമാധാനം വെളിപ്പെട്ട് വരട്ടെ. അവരുടെ നഷ്ടങ്ങൾ ലാഭമാകട്ടെ. അവരുടെ കർത്താവേ, ശത്രു മോഷ്ടിച്ചു കൊണ്ടുപോയത് ദൈവർക്ക് മടക്കി കൊണ്ടുവരുമാറാകണേ. അവരുടെ തകർച്ചകളെ ദൈവം മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അങ്ങ് നല്ല തുണയായി, അങ്ങ് നല്ല സഖിയായി ദൈവം കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്വർഗം അനുഗ്രഹിച്ചാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷിക്തനെ നീ ബലപ്പെടുത്തിനായി സ്തോത്രം ചെയ്തു. മഹത്വം എല്ലാം പരിശുദ്ധാത്മാവ് എടുത്താട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനു മേലും കടന്നു വന്ന ഓരോ ദൈവജനത്തിനു മേലും വചനം സംസാരിച്ച കർത്താവിന്റെ അഭിഷേകത്തിന് മേലും കുടുംബത്തിന് മേലും കർത്താവ് യേശു ക്രിസ്തുവിന്റെ മധ്യാകാശം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.